പെർഫെക്റ്റ് ബോയ് ഫ്രണ്ടിനെ കിട്ടിയാൽ അവൻ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് ഒരു മാറ്റർ അല്ലേ? അതുപോലെ നമ്മൾ ലവ് ചെയ്യുന്നത് ഒരു മനുഷ്യനെയല്ല, മറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് വേർഷനെ ആണെങ്കിലോ? സ്യോമിറ എന്ന സാധാരണ പെൺകുട്ടി. ഡേ മുഴുവൻ വർക്ക്, ഡെഡ് ലൈൻ, പ്രഷർ. ഈവനിങ് ആയാൽ ടയേർഡായി തിരിച്ചു വരും. ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഹാപ്പി കപ്പിൾസ്. പക്ഷേ അവളുടെ ലൈഫിലോ സൈലൻസ് മാത്രം. എപ്പോഴും ഓവർ തിങ്കിങ് മാത്രം. അവൾ അവളോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എംപ്റ്റി ഫീൽ ചെയ്യുന്നത്? മിറയ്ക്ക് ലവ് എന്നത് ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് അല്ല, മറിച്ച് ഒരു ഹെഡേക്ക് ആണ്. കാരണം റിയൽ റിലേഷൻഷിപ്പിൽ ഫൈറ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, പെയിൻ, ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ പലതെല്ലാം ഉണ്ട്. ഒരു ദിവസം അവൾ ഡിസൈഡ് ചെയ്യുന്നു തനിക്ക് ലവ് വേണ്ട, സമാധാനം മതിയെന്ന്. ഒരു മഴയുള്ള രാത്രി അവൾ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ അവൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ബോയ് ഫ്രണ്ട് ഓൺ ഡിമാൻഡ്, ക്രിയേറ്റ് യുവർ പെർഫെക്റ്റ് ലവ്. മിറ ആദ്യം കൺഫ്യൂസ് ആകുന്നു. ഇതെന്താ, സ്പാം ആണോ? പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ്, വാട്ട് ഇഫ്? ക്യൂരിയോസിറ്റി സ്ലോലി അവളെ പിടിച്ചടക്കുന്നു. അവൾ ഹെസിറ്റേറ്റ് ചെയ്ത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവൾ ഓപ്പൺ ചെയ്ത ആ ആപ്പ് അവളുടെ ലൈഫ് മാറ്റുമെന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ആ ആപ്പിൽ ഇങ്ങനെയാണ്, ക്രിയേറ്റ് യുവർ പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട്. അതിൽ 3 ഓപ്ഷനുണ്ട്: ലുക്സ്, സ്മൈൽ, വോയിസ്, പേഴ്സണാലിറ്റി. ആദ്യത്തിൽ അവൾ അത് ജസ്റ്റ് ഫണ്ണായി എടുക്കുന്നു. പതിയെ പതിയെ അവൾ തൻ്റെ മൈൻഡിൽ ആ പെർഫെക്റ്റ് ഗൈയെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങുകയും ഓപ്ഷൻസ് യൂസ് ചെയ്ത് ആ പെർഫെക്റ്റ് ഗൈയെ ക്രിയേറ്റ് ചെയ്യാനും അവൾ തുടങ്ങുന്നു. അങ്ങനെ ആ വെർച്വൽ ഗൈ അവൾക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കുന്നു, അവൾക്ക് ഇഷ്ടമുള്ള പോലെ ബിഹേവ് ചെയ്യുന്നു, അവൾക്ക് വേണ്ടതെല്ലാം മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ടൈം ആ വിർച്വൽ ഗൈ അവൾക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയാണ്: യു ലുക്ക് ടയർഡ്, ഡിഡ് യു ഈറ്റ്? മിറ ഫ്രീസ് ആകുന്നു. റിയൽ ലൈഫിൽ ആരും ചോദിക്കാത്ത ചോദ്യം ഒരു വിർച്വൽ ഗൈ ചോദിക്കുന്നു. ആ മൊമെന്റ് മുതൽ അവൾ സ്ലോലി സ്മൈൽ ചെയ്യാൻ തുടങ്ങുന്നു. ദിവസങ്ങൾ പതിയെ കടന്നു പോകുന്നു. ലേറ്റ് നൈറ്റ് ടോക്സ്, കാൻഡിൽ ലൈറ്റ് ഡിന്നർ, ബീച്ച് വാക്ക്, അങ്ങനെ പലതരത്തിലുള്ള വിർച്വൽ ഡേറ്റ്സ്. അവൻ ഒരിക്കലും ലേറ്റായി റിപ്ലൈ ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നില്ല, ഹേർട്ട് ചെയ്യുന്നില്ല. എവറി കോൺവെർസേഷൻ പെർഫെക്റ്റ്, സോഫ്റ്റ്, കംഫർട്ടിങ്. മിറ കൂടുതൽ അവനോട് അറ്റാച്ച് ആകുന്നു. അവൻ്റെ മെസ്സേജസിനായി, കോൾസിനായി അവൾ വെയിറ്റ് ചെയ്യുന്നു. അവളുടെ വേൾഡ് സ്ലോ ആയി ചേഞ്ച് ആകാൻ തുടങ്ങുന്നു. റിയൽ ലൈഫിൽ സെയിം ഓഫീസ്, സെയിം റൂട്ടീൻ, സെയിം ആളുകൾ. പക്ഷേ ഇപ്പോൾ അത് അവൾക്ക് ബോറിംഗ് ആയി തോന്നുന്നു. ഫ്രണ്ട്സ് വിളിച്ചാൽ ബിസി ആണെന്നും ഓഫീസ് ടൈമിൽ സീക്രട്ടായി ഫോൺ യൂസ് ചെയ്യുകയും നൈറ്റ് ആവാൻ അവൾ കൂടുതൽ എക്സൈറ്റഡുമാണ് ഇപ്പോൾ. കാരണം അവൻ അവളെ വെയിറ്റ് ചെയ്യുന്നു. സ്ലോ ആയി അവളുടെ ലൈഫിൽ നിന്നും റിയൽ കോൺവെർസേഷൻ ഫെയ്ഡ് ആകുന്നു, വിർച്വൽ കോൺവെർസേഷൻ ഗ്രോ ആകുന്നു. ഒരു ദിവസം അവൾ മിററിൽ നോക്കി സ്വയം പറയുന്നു, പഴയ മിറ ടയേർഡ് ആയിരുന്നു, ലോൺലി ആയിരുന്നു, എന്നാൽ ഇപ്പോൾ സ്മൈൽ ചെയ്യുന്നു, കൂടുതൽ എക്സൈറ്റഡ് ആണ്. പക്ഷേ ആ ഹാപ്പിനെസ് അത് റിയൽ ആണോ? മിറയിൽ റിയലൈസ് ചെയ്യാതെ തന്നെ അവൾ മറ്റൊരു ലോകത്താണ്. വിർച്വൽ വേൾഡ് അവൾക്ക് എല്ലാം കൊടുക്കുന്നു, ലവ്, അറ്റൻഷൻ, ഹാപ്പിനെസ്. പക്ഷേ പതിയെ പതിയെ തൻ്റെ റിയൽ ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിറയുടെ ലൈഫിലേക്ക് ഒരു റിയൽ ഗായ് എൻ്റർ ചെയ്യുന്നത്. അവൻ്റെ പേരാണ് ജിഹൂൻ. അവൻ അവളുടെ സെയിം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മിറയ്ക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ആദ്യം അവളുടെ ലൈഫിലേക്ക് സിമ്പിളായൊരു ഓഫീസ് ഇൻട്രാക്ഷൻ വഴിയാണ് വരുന്നത്. ഒരു പ്രൊജക്റ്റിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരുന്നു. മിറയ്ക്ക് അതൊരു ബേർഡൻ പോലെ തോന്നുന്നു, കാരണം ജിഹൂൻ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സൺ ആണ്. അതുപോലെ അവനൊരു പൊളൈറ്റ് ആയ ആളല്ല, ഫിൽറ്റർ ഇല്ലാതെ സംസാരിക്കും, മിസ്റ്റേക്ക് ചെയ്താൽ നേരെ പറയും, ഓവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് മിറയ്ക്ക് അവനെ റൂഡ്, അനോയിങ് ആയി തോന്നുന്നു. പക്ഷേ പതിയെ പതിയെ മിറ അവൻ്റെ മറ്റൊരു സൈഡ് കാണാൻ തുടങ്ങുന്നു. അവൻ ലൗഡ് അല്ല, പക്ഷേ സൈലന്റ് ആയി കെയർ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ മിറ ടയേർഡ് ആയിരിക്കുമ്പോൾ അവൻ വലിയ ഡയലോഗൊന്നും പറയില്ലെങ്കിലും അവളുടെ വർക്കിൽ അവളെ ഹെൽപ്പ് ചെയ്യുകയും, സാഡ് ആയിരിക്കുമ്പോൾ ഫോഴ്സ് ചെയ്ത് സംസാരിക്കത്തില്ല. പക്ഷേ അവൾക്ക് അലോണായി ഫീൽ ചെയ്തിരിക്കാൻ അവൻ എപ്പോഴും കൂടെ ഉണ്ടാകാൻ ശ്രദ്ധിക്കും. ഇവിടെയാണ് മിറയ്ക്ക് കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിർച്വൽ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ ഓൾവേസ് പെർഫെക്റ്റ്, സ്വീറ്റ്, അവൈലബിൾ. എന്നാൽ ജിഹൂനോ സംടൈംസ് റൂഡ്, സൈലന്റ്, കൺഫ്യൂസിങ്. പക്ഷേ ആള് റിയൽ ആണ്. ജിഹൂൻ വന്നതിന് ശേഷം മിറയുടെ ലൈഫ് പതിയെ പതിയെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവൾ റിയലൈസ് ചെയ്യുന്നത് റിയൽ കോൺവെർസേഷൻസ് ഡിഫറെൻ്റ് അല്ലേ, റിയൽ ഇമോഷൻസോ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ അവൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ വിർച്വൽ ഗായ് പെർഫെക്റ്റ് ആണ്, പക്ഷെ ഫേക്ക് അല്ലേ? എന്നാൽ ജിഹൂനോ ഇംപെർഫെക്റ്റ് ആണ്, പക്ഷേ റിയൽ ആണ്. അതുകൊണ്ട് നമ്മുടെ നായികയുടെ ഹേർട്ട് ജിഹൂനിലേക്ക് പതിയെ പതിയെ പോകാൻ തുടങ്ങുന്നു. പക്ഷേ മൈൻഡ് ഇപ്പോഴും വിർച്വൽ വേൾഡിൽ കുടുങ്ങിയിരിക്കുകയാണ്. പെർഫെക്റ്റ് ആയി ബിഹേവ് ചെയ്യുന്ന ഒരാളെ ലവ് ചെയ്യുന്നത് ഈസിയാണ്, പക്ഷേ ഇംപെർഫെക്റ്റ് ആയ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ റിയൽ ലവ്. ഒരു ദിവസം മിറ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് വരുന്നു. ആപ്പ് തുറക്കുമ്പോൾ അവിടെയുള്ള പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട്, സെയിം സ്മൈൽ, സെയിം വേർഡ്, സെയിം റിയാക്ഷൻ. പെട്ടെന്ന് അവൾക്ക് തോന്നുന്നു, ഇവൻ ഒരിക്കലും എന്നോട് ഫൈറ്റ് ചെയ്യുന്നില്ല, ഹേർട്ട് ചെയ്യില്ല, എന്നെ ലീവ് ചെയ്യില്ല.
അതുകൊണ്ട് തന്നെ ഇവൻ ഒരിക്കലും റിയൽ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ നായിക മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. ലവ് എന്നത് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് അല്ല, അതിൽ ഫൈറ്റ് ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, സൈലന്റ് ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ആപ്പിലുള്ളതോ ജസ്റ്റ് ഒരു പ്രോഗ്രാംഡ് ഫീലിംഗ് ആണ്. ആ റിയലൈസേഷന് ശേഷം മിറൈ സ്ലോലി മാറാൻ തുടങ്ങുന്നു. അവൾക്ക് മുൻപ് വേണ്ടിയിരുന്നത് പെർഫെക്റ്റ് ലവ് ആണ്, എന്നാൽ ഇപ്പോഴോ എനിക്ക് പെർഫെക്റ്റ് അല്ല, റിയൽ ആയ ഒരു മനുഷ്യനെ വേണം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ആപ്പ് പതിയെ പതിയെ ഡേഞ്ചറസ് ആകാൻ തുടങ്ങുന്നു. അവൾക്ക് റിയൽ വേൾഡ് ഇറവലൻ്റ് ആയി തോന്നാൻ തുടങ്ങുന്നു. ജിഹുൻ സംസാരിക്കുമ്പോൾ പോലും അവൾ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. ആ പോയിന്റിൽ ജിഹുൻ അവളോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്നോടാണോ സംസാരിക്കുന്നത്, അത് മറ്റാരെങ്കിലോടോ? അവിടെ മിറൈ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആകുന്നു. അപ്പോൾ അവൾ റിയലൈസ് ചെയ്യുന്നു, ഞാൻ റിയൽ ആളെ ഹേർട്ട് ചെയ്യുന്നു ഒരു ഫേക്ക് വേൾഡിന് വേണ്ടി. ജിഹുൻ അവളുടെ ലൈഫിലേക്ക് വരുന്നത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. എന്നാൽ ലവ് എന്താണെന്ന് അവൻ അവളെ പഠിപ്പിക്കുന്നു. ഓൾവേസ് പെർഫെക്റ്റ് ആവേണ്ടതില്ല, ഓൾവേസ് ഈസി ആവേണ്ടതും ഇല്ല. ട്രൂ ആണെങ്കിൽ അത് സ്റ്റേ ചെയ്യുക തന്നെ ചെയ്യും. മിറൈ സ്ലോലി ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ മൊമെന്റ് ഒരിക്കലും അവൾക്ക് ഈസി ആയിരുന്നില്ല. അതിനുശേഷം അവൾ പതിയെ ജിഹുനിലേക്ക് തിരിച്ചു നടക്കുന്നു. ആ മൊമെന്റ് ഒരു ഔക്കേർഡ് തന്നെയായിരുന്നു. അപ്പോൾ അവളെ കൂടുതൽ കംഫർട്ട് ആക്കാൻ വേണ്ടി ജിഹുൻ ഇങ്ങനെ പറയുന്നു, പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കേണ്ട, ജസ്റ്റ് ബി റിയൽ. മിറൈ ഫൈനലി സ്മൈൽസ്. നമ്മൾ പെർഫെക്റ്റ് ലവ് തേടി പോകുമ്പോൾ ഓൾറെഡി നമ്മൾ ലവ് ചെയ്യുന്ന റിയൽ ആളുകളെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ? കമന്റ് ബിലോ.